Experience. ഇവനെന്ത് പതിവില്ലാതെ ചന്തയിൽ പോയത്? ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞമ്മേ, ചന്തയിൽ പോയിട്ട് നല്ല പച്ച മീൻ മേടിക്കണം, എന്നിട്ട് അത് തേങ്ങ അരച്ച് എനിക്ക് മാങ്ങയൊക്കെ ഇട്ട് വെച്ച് തരണമെന്ന്. ചില നേരത്തെ അവന്റെ കൊതി കണ്ടാലുണ്ടല്ലോ നമുക്ക് തന്നെ ചിരി വരും. എന്റെ അച്ഛനും ഇതുപോലെ ആയിരുന്നു. എന്തെങ്കിലും ഒരു സാധനം തിന്നണമെന്ന് കൊതി തോന്നിയാ അത് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ ആ അറ്റം വരെ പോകും. വല്ലപ്പോഴൊക്കെ പറയുള്ളൂ, അതുകൊണ്ടാണ് ചെയ്തു കൊടുക്കണമെന്ന് തോന്നുന്നത്. അമ്മേ, ഒരു കഷ്ണം കപ്പയും കണ്ട് കാണണ്ടായിരുന്നു. അയ്യോ, അതും തന്നെ തങ്കം വന്നെടുത്തോണ്ട് പോയില്ലേ? കണ്ടാ, അതുകൊണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് പുഴുങ്ങായിരുന്നു. അത് മീൻകറിയും കൂടെ അതേ വന്നല്ലേ. നല്ല പിടക്കറി മീനാണ്. പിടക്കുന്നില്ല. ഫ്രഷ് സാധനോടി ഇവിടെ വെച്ചോ. ഫ്രഷ് സാധനമാണ്. കാരണം നമ്മളെ അമ്മ ചന്തയിൽ പോയി മേടിച്ചാൽ നല്ല സാധനം കിട്ടുള്ളൂ. ഇവിടെ വരുന്നത് നമുക്ക് അത്ര ഫ്രഷ് ആയിട്ട് കിട്ടൂല. മനസ്സിലായില്ലേ? നീ കണ്ടേ, നല്ല ആടിപ്പൊടിയായിട്ട് വെക്കണം. ഫ്രഷ് മീനാണ്. ചെയ്യേണ്ട രീതി അറിയാലോ. നല്ല തേങ്ങ അരച്ചിട്ട് മുളക് ഇങ്ങനെ രണ്ടായിട്ട് കീറിയിട്ട് നല്ല പച്ചമാങ്ങ പൊട്ടിച്ചതിനകത്തിട്ടിട്ട് കറി ഇങ്ങനെ അധികം വേണ്ട, കുറുകി വരുന്ന സമയത്തുണ്ടല്ലോ നമ്മളിങ്ങനെ കോരി എടുത്ത് ചൂട് ചോറിന്റെ മേളിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇവന്റെ ഒരു കൊതി. അപ്പുറത്ത് കൊടുത്താ ഇതേ മീൻ അവിടെ ഇരിക്കുന്നത് ഞാൻ കൊണ്ട് കൊടുത്തു. പറഞ്ഞ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ആണോ? ആ, എന്താ ഇപ്പൊ ഇങ്ങനെ കൊതി വരാൻ കാര്യം? ഞാനേ അമ്മ ഇന്നലെ അച്ഛനെ സ്വപ്നം കണ്ട്. അതായത് പണ്ട് അച്ഛൻ വരുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? അച്ഛൻ എപ്പോഴെങ്കിലുമാണ് വരുന്നത്. രാവിലെ ഇതുപോലെ മീനൊന്നും കൊണ്ടുവരില്ല. അപ്പൊ അച്ഛൻ ഇങ്ങനെ മീനൊക്കെ മേടിച്ചോണ്ട് വരും. വൈകുന്നേരം ആകുമ്പോൾ വരുന്ന സമയത്ത് മീൻ കൊണ്ട് കൊടുക്കാൻ വരും. പാവ അമ്മ എന്തെങ്കിലും ആ സമയം എപ്പം എത്ര ലേറ്റ് ആണെങ്കിലും കട്ടി വൃത്തിയാക്കി മീൻ പാചകം ചെയ്യുന്ന സമയത്തുണ്ട് ഞാനും അവളോട് അപ്പുറം അപ്പുറം ഇരിക്കും. ചിമ്മിനിയെ കത്തിച്ച് വെച്ചിട്ട് ആ കാര്യം തന്നെ ഞാൻ അവളോട് പറഞ്ഞോണ്ട് വന്നത്. അപ്പൊ അതുപോലെ തന്നെ അങ്ങ് വെച്ചാ മതിയല്ലേ. അച്ഛൻ ഇങ്ങനെ പഴയ പാളയല്ലേ, കോട്ടുപാളയല്ലേ അമ്മ, മീൻ കൊണ്ട് വരുന്നതായിട്ട് സ്വപ്നം കണ്ട്. എന്നിട്ട് ഇങ്ങനെ അച്ഛൻ പറയുന്നു അത് ചെയ്യടി ഇത് ചെയ്യടി എന്നൊക്കെ പറയുന്നതായിട്ട്. ആടാ ആ ആ ഞാൻ എന്താ വരുന്ന ഓ ഇപ്പത്ത് ഇതവിടെ പോണു. ജോലിയാൽ വിളിച്ചേക്ക് ഇവിടെ വരെ പോയത് കരമന വരെ പോയിട്ട് അത്യാവശ്യം. നീ ഇങ്ങനെ മീൻ കൂട്ടാൻ വയ്ക്കാൻ പറഞ്ഞിട്ട് നീ ഇറങ്ങി പോയാലോ? അമ്മ മീൻ പരിപാടി ഇതിന്റെ മണം ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഓടിങ്ങെത്തും. പെട്ടെന്ന് തന്നെ ഇത്ര പോരെ അമ്മേ? തേങ്ങ ഇത്ര പോരെ? തേങ്ങ കുറച്ച് മതി. മതിയല്ലോ. മല്ലി മുളകും ഒക്കെ അല്ലേ കൂടുതൽ പരത്തായിരിക്കും. പിന്നെ അമ്മ ഇതൊന്നെടുത്ത് വെള്ളത്തിലിട്ടേക്ക്. ഞാൻ ഏട്ടനെയും പിള്ളേരുടെയും കുറച്ച് തുണി അത് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് ഞാനൊന്ന് പിഴിഞ്ഞിട്ടിട്ട് വരാം കേട്ടാ. വേറെ ഒന്നും ചെയ്യണ്ട അമ്മ, ഒന്നും ചെയ്യണ്ടേ. ഇതൊന്ന് വെള്ളത്തിലിട്ടാൽ മാത്രം മതി. ഒന്ന് കഴുകി വെച്ച കേട്ടോ. വരാം ഇപ്പോഴേ. ഹലോ. ആ സാറേ. ഗുഡ് മോർണിംഗ്. അത് ഞാൻ ഇന്നലെ തന്നെ ലിസ്റ്റ് എടുത്തിട്ട് ദീപനെ ഏൽപ്പിച്ചായിരുന്നു. ദീപ ഇല്ലേ? അയ്യോ, ഞാൻ റെഡി ആവുന്നേ ഉള്ളൂ സാർ. ഒരു 10 മണിയാകുമ്പോൾ എത്താം. ഇല്ല സാറേ. ശരി ശരി. ദൈവമേ, എൻ്റെ ഫോൺ.
ഹലോ എന്നാ ഞാൻ ഇവിടെ മരണപ്രാളം എടുത്തോണ്ടിരിക്കുക. എന്താ ക്ലീറ്റോ? ആ അത് ലില്ലി കഴുകാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് പോരെ? അപ്പോഴത്തേക്ക് അത് ചെയ്തു വെച്ചേക്കാം. വെക്ക് ക്ലീറ്റോ. ഒന്നാമത്തെ നിങ്ങൾ ഓരോ സാധനം എടുത്ത് അവിടെ ഇവിടെ വെച്ചിട്ടാ പോണേ. എനിക്ക് ആ നേരത്ത് നോക്കുമ്പോൾ ഒന്നും കാണൂല. വെച്ചോ വെച്ചോ, ഞാൻ നോക്കിക്കോളാം. ഇവിടെ തേച്ച് വെച്ചേക്കാം. ആ ഓ ശരി. ദൈവമേ, എൻ്റെ ഫോൺ വല്ലതും പറ്റിയെന്തോ. ദൈവമേ, ഷർട്ട് എന്തായിരുന്നാവോ? ദൈവമേ, നോക്കിയേക്കല്ലേ. ലില്ലി അമ്മ എന്തോ? ഞങ്ങള് പോട്ടെ ട്യൂഷന്. ചായ കുടിച്ചാ രണ്ടുപേരും? അവക്ക് ബിസ്ക്കറ്റ് എടുത്തു കൊടുത്താ? എന്നാ പോയിട്ട് വാ. എന്റെ കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ആയിട്ടായിരുന്നോ? എന്റെ നല്ല, നിന്റെ ബുക്ക് എന്നോടാണ് ചോദിക്കുന്നത്. ഞാൻ ആ ടേബിളിൽ ഓർത്ത് വെച്ച ഇപ്പൊ കാണുന്നില്ല. കുഞ്ഞ് അവളെടുത്ത് എടുത്താന്ന് ചോദിക്കി. ആ ടീപ്പോടെ അടിയിലൊക്കെ നോക്കാറുണ്ടോ? മൊത്തം എന്തൊരു കഷ്ടം നോക്കണം. നീ എന്നോടൊന്ന് പറയാ മറന്നു. ഞാൻ വിളിച്ചു പറയത്തില്ല. ഒന്ന് പൊക്കി അവിടെ നിന്ന് പോ. ആ അടി കിട്ടട്ടെ നിനക്ക്. നിനക്ക് ഇത്ര പോലും ഉത്തരവാദിത്വം ഇല്ലേ? നിന്റെ ബുക്ക് എവിടെയാ വെച്ചേക്കണെന്ന്? ഇതെന്തുവാണ്? ഇതെന്തുവാടി? ദൈവമേ, ഞാനത് നോക്കാതെ എടുത്ത് നനയ്ക്കുകയും ചെയ്തു. എന്താണ്ട് പേപ്പർ ഉണ്ടല്ലേ. ഞാൻ അച്ഛൻ വരുമ്പോഴത്തേക്ക് ഇത് തന്നെ പറയണം കേട്ടാ. ഞാൻ പറയത്തില്ല. ടീച്ചറിനെ വിളിച്ച് നീ പറഞ്ഞാ മതി. വൈകിട്ട് വന്നിട്ട് തപ്പി എടുത്തോണം ബുക്ക് എവിടെയാന്ന് വെച്ചാ. ഇന്ന് കെമിസ്ട്രി അല്ലല്ലോ, പിന്നെന്താ? കണ്ട അവക്ക് TP ഉണ്ടായിട്ട് അവളത് എവിടെയാ കണ്ടു വെച്ചിട്ട് പോന്നു. ഇതുവഴി പോകുന്നില്ല, അതുവഴി പോണത്. കുഞ്ഞെടുത്താ ബുക്കെല്ലാം? ലില്ലിയേ, ഞാനങ്ങ് വിരിച്ചിട്ടേ കടി. ഇത് കഴുകിയില്ലേ? കഴുകിക്കൊണ്ടിരിക്കല്ലേ. എന്റെ ലില്ലി, അത്യാവശ്യമുള്ളത് ആദ്യം കഴുകണ്ടേ ലില്ലി? പിള്ളേരുടെ ഒക്കെ വീട്ടിൽ കൊടുക്കണതാണ് ഇപ്പൊ കഴുകേണ്ടത്. എല്ലാം അത്യാവശ്യമുള്ളതാണ്. പിള്ളേരുടെ വീട്ടിൽ കൊടുക്കണ ഉടുപ്പാ. ഏട്ടന്റെ ഈ ഷർട്ട് കണ്ട? ഏട്ടൻ ഇട്ടോണ്ട് പോകേണ്ടതാ. അവന് വേറെ എന്തോരം ഷർട്ട് ഉണ്ട് ലില്ലി. കൊറേ ഷർട്ട് ഉണ്ട്, പക്ഷെ ഇത് തന്നെ വേണമെന്ന് എന്നോട് പറഞ്ഞ എന്ത് ചെയ്യും? എനിക്ക് ആകെ 2 കൈയല്ലേ ഉള്ളു. ഓ കൊറേ കഷ്ടമാണ്. ക്ലീറ്റ ഇപ്പം കൂടി എന്നെ വിളിച്ചേ ഉള്ളൂ ഷർട്ട് കഴുകിയിട്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനപ്പൊ എന്ത് ചെയ്യും? ക്ലീറ്റ വന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് വെള്ളയാണ്. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അലക്കി കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കളർ പിടിച്ചു കഴിഞ്ഞാൽ ചേച്ചി എന്റെ നെഞ്ചത്തോട്ട് കയറത്തില്ലേ? അപ്പൊ ഇത് ആദ്യം കഴുകിയിടാൻ പാടില്ല നിനക്ക്. നീ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ നിന്റെ ഈ തന്നത്. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അതങ്ങ് ചെയ്യൂലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ചേച്ചി അങ്ങോട്ട് ചെയ്യണമെന്ന്. ചേച്ചി എനിക്ക് സമയമില്ലാത്തോണ്ടല്ലേ നിന്നോട് ഞാൻ സഹായം ചോദിച്ചത്. എന്റെ ചേച്ചി, എനിക്ക് ചെയ്യണോണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഇത് രാവിലെ തന്നെ നനച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ മീനുമായിട്ട് വന്നത്. അതാണെങ്കിൽ തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെക്കണമെന്ന് പറഞ്ഞ് തേങ്ങയും ചിരണ്ടി വെച്ച്. തേങ്ങയും ചിരണ്ടി അമ്മയോട് പറഞ്ഞ് മീൻ വെള്ളത്തിലിട്ടോന്ന് പറഞ്ഞ് തുണി നനച്ച് വെച്ചിട്ട് ഇനി ഞാൻ പോയി കറി വെക്കണം. എനിക്കെന്നെ അപ്പം സുഖാണോ? ഒരു പണി ഞാൻ ഇവിടെ എടുക്കുന്നില്ലേ? എടി ഇതൊക്കെ സമയമുണ്ടല്ലോ. ഈ ഒരു ഷർട്ട് കഴിഞ്ഞിട്ട് അത് കറിയൊക്കെ വെച്ചിട്ട് നിനക്ക് ഇത് കഴിയാ പോരെ? ഇപ്പൊ ഈ വാശിക്ക് ഇത് ചെയ്യണെന്തിനാ? ഇത് അതൊന്നും അല്ല ലില്ലി. ഇത് നിനക്ക് നീ മനഃപൂർവ്വം വൈരാഗ്യം ഉള്ളിൽ വെച്ചിട്ട് ചെയ്യണത്. എന്ത് വൈരാഗ്യം? വൈരാഗ്യം ഉള്ളിൽ വെച്ചിട്ട് നിനക്ക് ഇതേപോലെ ഒരു കളറുള്ള ഷർട്ടും കളറില്ലാത്ത ഷർട്ടും ഒരുമിച്ച് കഴുകാൻ പറ്റൂല. മീൻകറി വെക്കാനുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെങ്കിൽ നീ ഇതെന്തിനാ ഏറ്റത്? ചേച്ചി എന്തിനാ അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തം എനിക്ക് തന്നത്? ചേച്ചിക്ക് തന്നെ അങ്ങ് ചെയ്യാറുന്നില്ലേ? കൂടപ്പറപ്പിന്റെ ഷർട്ട് ആയതുകൊണ്ട് തന്നു പോയതാണ്. എന്റെ കൂടപ്പിറപ്പിന്റെ കാര്യം ചേച്ചിയാണ് നോക്കേണ്ടത്. ചേച്ചിയുടെ കൂടപ്പിറപ്പിന്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ട്. നിന്റെ കൂടപ്പിറപ്പിനെ നിന്റെ കൂടപ്പിറപ്പിന്റെ കാര്യം ഈ കാലം മുഴുവൻ ഞാൻ നോക്കി. വേറെ വല്ല മനുഷ്യരാണെങ്കിലല്ലേ ആ മനുഷ്യനെ നോക്കണം. അതിനാണ് കെട്ടിച്ചെന്ന് നോക്കണം. ഇതല്ല, ഇത് വൈരാഗ്യം. പിന്നെ എന്ത് വൈരാഗ്യം? എനിക്ക് എന്ത്
നേരിട്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ വൈരാഗ്യം വൈരാഗ്യം. എനിക്ക് എന്ത് വൈരാഗ്യം ചേച്ചി? എനിക്കറിയില്ല. നിന്റെ മുഖം നീ അല്ലെങ്കിൽ വൈരാഗ്യം വൈരാഗ്യം എന്ന് പറയുമ്പോ അതിനൊരു കാരണം ഉണ്ടാണ്. നീ വൈരാഗ്യ ബുദ്ധിയോടുകൂടി എന്നോട് സംസാരിക്കണത്. നീ വൈരാഗ്യത്തോടുകൂടി എന്നോട് സംസാരിക്കുന്നത്. ഇങ്ങനെയല്ലല്ലോ ലില്ലി എന്നോട് പെരുമാറാറ്. ചേച്ചിയോട് തർക്കിക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ കഴുകി തരത്തില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ കഴുകി തന്നോളാം. ആ സാധനം അവിടെ ഇടും. ഞാൻ പിന്നെ കഴുകിയിട്ടോളാം. വേണ്ട മോളെ, ഇതെന്താന്നറിയാമോ? അമ്മ വീണപ്പോ ഞാൻ പറഞ്ഞതിന്റെ ആ ചൊരുക്കുവച്ചല്ലേ നീ എന്നോട് ഇപ്പൊ സംസാരിക്കണത്. അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ട കേസാണല്ലേ. ചേച്ചി വിട്ടല്ലേ? പക്ഷെ ഞാൻ വിട്ടിട്ടില്ല. നിസ്സാര കാര്യത്തിന് ചേച്ചി എന്റെ നെഞ്ചത്തോട്ട് കയറില്ല. ഞാൻ സ്വപ്നത്തിൽ പോലും അറിയാത്ത കാര്യങ്ങൾ ചേച്ചി പറഞ്ഞില്ലേ. അതുകൊണ്ട് ചേച്ചി അത് വിടുമായിരിക്കും. ഞാനത് വിട്ടിട്ടില്ല. മനഃപൂർവ്വം നീ കഴുകാനാണ്. എന്റെ പൊന്നിലില്ലി, എന്തിനാ പറ്റാത്ത കാര്യം ഏറ്റിട്ട് ഇതേപോലെ ചതിക്കാൻ കഴിവുള്ളത് നിനക്ക് മാത്രമേ. ചേച്ചിയുടെ മനസ്സ് മൊത്തം വിഷമാണ്. വിഷം കുത്തി നിറഞ്ഞിരിക്കുവാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആരുടെ മനസ്സിലെ വിഷം എന്നുള്ളത്. ഇന്നലെ എങ്ങാനും കഴിഞ്ഞ ദിവസം എങ്ങാനും കഴിഞ്ഞ ഒരു കാര്യം നീ ഇപ്പോഴും എടുത്തിട്ട് നിന്റെ കൂടപ്പറപ്പിന്റെ ഷർട്ട് കഴുകാതെ ഈ വീട്ടിലെടുക്കണമെന്ന് കഴുകിക്കൊണ്ട് നിൽക്കുമല്ലേ. ആളുകൾക്കൊക്കെ അറിയാം ഞാനിപ്പോ എന്താ ചെയ്തോണ്ടിരുന്നത്. ഞാൻ തുണി നനക്കുമായിരുന്നു. ഇത് നനച്ചിട്ടിട്ട് ഞാൻ അത് നനക്കും. വേണ്ട, ഇനി നനയ്ക്കണ്ട. വേണ്ട, കൊണ്ടുപോയി നനക്ക്. എന്തൊരു ബഹളം! എന്താ കാര്യം? എനിക്കൊരു സമാധാനം തരൂലേ നിങ്ങള്? അമ്മയ്ക്ക് സമാധാനം കിട്ടൂല. സമാധാനം വേണമെങ്കിൽ നമ്മുടെ മോളോട് പറ വായടച്ച് മിണ്ടാതിരിക്കാനായിട്ട്. നീ ആദ്യം വായടച്ച് മിണ്ടാതിരിക്കുക. എനിക്ക് വയ്യ. ഇതെന്തോന്ന്? രണ്ടും കൊള്ളാം. അമ്മ 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 പോലെ പ്ലീസ് ഇത് വെച്ചേ. അമ്മ എന്തിനു പോണത്? അമ്മേനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല ആരും. എനിക്ക് വയസ്സാം കാലത്ത് എനിക്ക് ഇത്തിരി മനസ്സമാധാനം വേണം. അതിവിടെ കിട്ടത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പോണത്. എനിക്കും ഉണ്ടൊരു കൂര. എന്നാ നമുക്ക് അപ്പുറത്തോട്ട് പോകാം. അയ്യോ, എനിക്ക് അപ്പുറത്തും വേണ്ട ഇപ്പുറത്തും വേണ്ട. ഞാൻ പൊക്കോളാം. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മേ? പൊന്നെ, നിങ്ങളാരും ഒന്നും ചെയ്തില്ല. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അതിന്റെ പേരിലൊരു പ്രശ്നവും നടന്നു. അതിവിടെ അവസാനിച്ചെന്നാ ഞാൻ കരുതിയത്. അല്ല, അതിങ്ങനെ ചൊറിഞ്ഞു പുണ്ണാക്കിക്കൊണ്ടിരുന്ന ഇത് എവിടെ ചെന്ന് അവസാനിക്കുമോ? അതമ്മ ചോദിച്ചു നോക്ക്. ഇവളാണ് പഴയ പ്രശ്നം പിന്നെയും കുത്തിപ്പോക്കുന്നത്. അതമ്മയ്ക്ക് മനസ്സിലായല്ലോ ഇപ്പൊ. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. മനസ്സ് കുത്തി നോവിച്ചിട്ട് അതെല്ലാം മറക്കണോന്ന് പറയാൻ എളുപ്പമാണോ? അതെ, മനസ്സ് കുത്തി നോവിച്ചെങ്കിൽ അതിന് കാരണം ഉണ്ട്. എന്ത് കാരണം പറ ചേച്ചി. താഴെ വീണ് കിടക്കണം ഞാൻ നോക്കിക്കണോ? അതിന് ഞാൻ കണ്ട അമ്മ വീഴുന്നത് കണ്ടില്ലല്ലോ. അത് നീ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. എത്ര പ്രാവശ്യം പറഞ്ഞു ചേച്ചിയോട്? ചേച്ചി കേൾക്കാത്തത്? നിന്റെ ചെവി എന്താ പൊട്ടിയിരിക്കും? ആ ചെവി പൊട്ടിയിരിക്കുക. നിങ്ങളൊന്നും നിർത്തി. കനകം വന്നിട്ട് പോകാന്നാ കരുതിയത്. ഇത് നടക്കുമെന്ന് തോന്നില്ല. ഞാൻ പോവുക. അമ്മ പോവല്ലേ അമ്മ, ഏട്ടൻ വന്നിട്ട് പോവാന്ന്. അമ്മ ഞാൻ പറയണ കേൾക്ക്. ഇതിന് ഒറ്റ ഒരു ഉത്തരവാദി നീയാ. എന്ത്? കനകം വരട്ടെ, ഇതിന്റെ മറുപടി ഞാൻ പറയിപ്പിച്ചോളാം. അയ്യോ ചേച്ചി ഇച്ചിരി വലുതൊക്കെ പറയുന്ന ആളാണല്ലോ ചേച്ചി. ശരിക്കും പറയുന്നത്. അയ്യോ അതെ, അങ്ങനത്തെ സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ നീ പണ്ട് നിന്റെ വീട്ടിൽ പോയി നിന്നെ കൊടങ്ങാവിളയില്. അയ്യടാ, മനസ്സിലിരിപ്പോളല്ല അമ്മ. ചേച്ചി എന്തൊരു വിഷമാണെന്ന് നോക്കിയാ. അതെ, ആണാ? ചേച്ചി എന്നെ ഓടിക്കൂ ഇവിടുന്ന്. പൊന്ന പെണ്ണുങ്ങളെ, നിങ്ങളൊന്ന് നിർത്തി. അയലൊക്കത്തെ ആളുകളില്ലേ? അല്ല, ഇവിടുത്തെ ആണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ഞാൻ എന്റെ വീട്ടിൽ പോണ. എടാ, നിന്റെ ഭാര്യയും പെങ്ങളും കൂടെ എനിക്ക് ഇവിടെ സ്വൈര തരുന്നില്ല. എന്നും വഴക്ക. ഞാൻ അതുകൊണ്ട് എന്റെ പാട്ടിന്റെ എവിടെയെങ്കിലും ഇറങ്ങി പോവുക. ഞാനൊന്നും ചെയ്തിട്ടില്ല ഏട്ടാ. ഈ ചേച്ചിയാണ്. ക്ലീറ്റോന്റെ ഷർട്ട് കഴുകി തരാന്ന് പറഞ്ഞു ഇവളെടുത്തോണ്ട് പോയി. എന്നിട്ട് കഴുകിയില്ല മനഃപൂർവ്വം. അപ്പൊ ഞാൻ ചോദിച്ചു. എന്റെ നെഞ്ചത്ത് കയറിക്കൊണ്ടിരിക്കുക ചേച്ചി. രണ്ടും കണക്കാ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ മര്യാദ കയറണ്ട. നീ ഒരു മെമ്പർ അല്ലേ? പഴമലാണാ? ഓരോ സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോഴേ അതിന്റെ വില കൽപ്പിക്കണം നമ്മള്. അല്ല, പഴയ കണക്ക് അടുക്കളയിരുന്ന് അടി ഉണ്ടാക്കേണ്ട ആളല്ലേ നീ. അടി എത്ര നാളായി തുടങ്ങി അങ്ങോട്ട് കണ്ടു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആണല്ലോ. ഇവിടെ നിന്ന് പോകുമ്പോൾ ചിരിച്ച് കളിച്ചിരിക്കും. തിരിച്ചു വരുമ്പോൾ രണ്ട് വശത്ത് ഇത് നിന്നും തുടങ്ങിയല്ലോ നിങ്ങള്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി എന്തിന്റെങ്കിലും പേരിൽ ഇന്നാളും എന്താണ് വാഷിംഗ് മെഷീന്റെ പ്രശ്നം ആടി തുടങ്ങി. വാഷിംഗ് മെഷീൻ പഠിച്ചു വെച്ചു. ഓരോരോ ദിവസങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ ഞങ്ങള് പരസ്പരം മനസ്സിലാക്കി ജീവിച്ചോളണം. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ
ഇല്ലാത്ത കേസുണ്ടെങ്കിൽ രണ്ടിനെ പിടിച്ച് അകത്തിരി ഞാൻ ബന്ധം നോക്കൂലേ ഉള്ളാരെ അറിയല്ലേ അമ്മ പോണു ഞാൻ എന്റെ വീട്ടിൽ പോകും. അങ്ങനെ തോറ്റോടേണ്ട കാര്യം എന്താണ്? കയറമ്മ അമ്മ വാ, ഇത് അമ്മേടെ വീടാണ്. അമ്മ കയറുവാ. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഇറങ്ങി പോകാറില്ല. അമ്മ കയറി ചോറെടുത്താടി. എന്നെ പണിയൊന്നുമില്ലേ? പോ. എന്റെ ദൈവം, ഈ ചൂരയൊക്കെ വെട്ടി ഞാൻ ഇനി എപ്പ റെഡിയാക്കാനാ? എവിടെ അമ്മ എവിടെ വെച്ചത്? കർത്താവേ, പൂച്ച കൊണ്ടുപോയോ? ഈശ്വര, ഞാൻ എന്തു പറയും? അമ്മ ഇത് അടച്ചു വെച്ചില്ലായിരുന്നു. മീൻകറി. എന്താ കാര്യം? എന്താ എന്റെ അടുക്കളയിൽ എന്റെ മീൻചട്ടിയിൽ നിനക്ക് എന്താ കാര്യം? ചേച്ചി കൈയെടുത്ത്. ചേച്ചി, ഏട്ടൻ മേടിച്ചോണ്ട് വന്നൊരു ചൂരമീൻ, അത് പൂച്ച കൊണ്ടുപോയി ചേച്ചി. അതിന് അപ്പൊ ചോറ് വിളമ്പാൻ പറഞ്ഞു. ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കറി കൊടുക്കും? ചേച്ചിയും ചൂര തന്നെയല്ലേ വെച്ചത്, കറി എടുക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ മാറിക്കുന്നേ. കളയല്ലേ കളയല്ലേ, തിരിച്ചിട. കഷ്ടം. കറി എടുക്കുമ്പോ ഇളക്കി എടുക്കണ്ടേ? ആൾക്ക് പറയാ പൊക്കോണം. തലയുണ്ടെങ്കിൽ അത് പറഞ്ഞുള്ളൂ. ചൂരക്ക് എവിടെ അടി? തലയിട്ടില്ലേ? ഞാൻ ഇടാറുണ്ടല്ലോ. മതി. എന്നാ